ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒന്നുകൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ ഐലൻഡ് സീരീസിൻ്റെ പാർട്ട് 2 എല്ലാവർക്കും ഒന്നുകൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ ദിവസമാണെങ്കിൽ നമ്മൾ മൈനിങ്ങിന് പോയി നമ്മളേക്ക് ഒരു ഫുൾ കോപ്പർ ആർമറും ഷീൽഡും അത്യാവശ്യം അയണും അങ്ങനത്തെയുള്ള റിസോഴ്സൊക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ള പരിപാടി എന്ന് പറയുന്നത് സ്റ്റാർട്ടർ ബേസ് തുടങ്ങുക, പിന്നെ കുറേ മൈനിങ്ങിന് പോവുക, കുറേ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കുക, അങ്ങനത്തുള്ള പരിപാടിയൊക്കെയാണ്. പിന്നെ നമുക്കൊരു ബെഡൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അങ്ങനത്തുള്ള പരിപാടികളായിരിക്കും അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഒന്നുകൂടി സ്വാഗതം. കഴിഞ്ഞ വീഡിയോക്കാണ് നമുക്ക് വ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അധികം ആരും സബ്സ്ക്രൈബൊന്നും ചെയ്തില്ല. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഞാൻ വളരെ കൺസിസ്റ്റൻസ് ആയിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. നമുക്കാണ് ഈ മരമൊക്കെ ഒന്ന് ബോൺവീൽ ചെയ്യാം. പിന്നെ എൻ്റെ വീടിൻ്റെ ഇവിടെയൊക്കെ നല്ല മഴയുണ്ട് ഗൈസ്, അതുകൊണ്ട് വോയിസിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. നമുക്ക് ഈ മരമൊക്കെ വളർത്താം, പക്ഷെ നമുക്ക് തൽക്കാലം ഇപ്പോൾ ഒരു സ്റ്റാർട്ടർ ബേസ് ഉണ്ടാക്കാൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പക്ഷെ നമുക്കത് സ്റ്റോണിൽ പണിയാം. ഞാൻ ഇത് ബോൺവീൽ ചെയ്ത് ഇത് വളർത്തണോ അതോ വളർത്തണ്ടേ എന്നൊരു ആലോചന എനിക്കുവാണ്. തൽക്കാലം നമുക്കിത് ബോൺവീൽ ചെയ്യണ്ട. അപ്പോൾ ഞാൻ ആ ഒരു സംഭവം കണ്ടല്ലോ, അത് നിങ്ങൾക്കറിയാതെ എന്താണെന്ന്, അത് നമുക്ക് പിന്നെ ഒരു ദിവസം എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം തട്ടിക്കൂട്ടി പണിതിട്ടുണ്ടായിരുന്ന സാധനം. എൻ്റെ കയ്യിലാണെങ്കിൽ ഇപ്പോൾ ഫുഡൊക്കെ കുറവാണ്. അപ്പം നമുക്ക് നൈസ് ഈ ആടിനൊക്കെ തല്ലിക്കൊല്ലാം. എനിക്ക് തോന്നുന്നത് എൻ്റെ കയ്യിൽ ബെഡ് ഉണ്ടാക്കാനുള്ള അത്യാവശ്യം ഊളിപ്പോഴും ഇല്ല. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇവിടെ രണ്ടാളുണ്ട്, ഇതിനെ കൂടി കൊന്നു കഴിഞ്ഞാൽ നമുക്ക് രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങാം. അല്ലെങ്കിൽ നമ്മുടെ ഫാൽക്കനൊക്കെ വന്ന് ശല്യം ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് നമുക്ക് ഒരു സ്റ്റാർട്ടർ ബേസ് ഇവിടെ തന്നെ അങ്ങ് തുടങ്ങാം. ചുമ്മാ കോബിൾ സ്റ്റോൺ വെച്ച് അങ്ങ് പണിയണം കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ നമ്മുടെ ബെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബെഡുണ്ട്, റീസ്പോൺ പോയിൻ്റൊക്കെ സെറ്റ് ചെയ്യാം. പക്ഷേ നമുക്കിന്ന് വീട് ചെറുതായിട്ട് ഇപ്പോൾ തന്നെ പണിത് തുടങ്ങിയാലോ? യോ. ഓക്കെ, അങ്ങനെ നമ്മളെ തട്ടിക്കൂട്ട് ബേസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ രാത്രി കുറച്ച് ദിവസത്തേക്ക് നമുക്ക് ഈ ബേസിൽ തന്നെ നമുക്ക് കടന്നു കൂടാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ അതിനെപ്പറ്റി ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. ഇതെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നമുക്ക് ഇവിടെ ക്രീപ്പറൊക്കെ പൊട്ടിത്തെറിച്ച് വലിയ വലിയ കുഴികളായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് എനിക്ക് പറ്റാവുന്ന പോലെയൊക്കെ അടിച്ചിട്ടുണ്ട്.
നമുക്കിപ്പോൾ ഷീപ്പ് ഫാം തുടങ്ങണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. പശു വരുവാണെങ്കിൽ നമുക്ക് പശുവിനെ കൂട്ടി വെച്ച് വീറ്റ് ഫാം, നമ്മൾ വീറ്റ് കൃഷി ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ കൗ ഫാം ഉണ്ടാക്കാം. ഷീപ്പ് ഫാം എനിക്കധികം ഇഷ്ടമല്ല. പക്ഷെ നമുക്ക് ഭാവിയിൽ ഷീപ്പിനെ കൊണ്ട് ഉപകാരമുണ്ടാകും. കാരണം നമ്മൾ നെതറിൽ പോയി നമുക്ക് നെതറൈറ്റ് വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ പറയുക, ബെഡ് പൊട്ടിച്ചിട്ടായിരിക്കും നമ്മൾ നെതറൈറ്റൊക്കെ മൈൻ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ഒരുപാടധികം ഊളിന് ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഇവിടെ എന്തായാലും ഒരു ഷീപ്പ് ഫാമും കൂടി തുടങ്ങണം. കാരണം നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് അൺലിമിറ്റഡായിട്ട് ഊള് കിട്ടുന്ന ചെറിയ ഫാമുണ്ട്. പക്ഷേ എനിക്ക് അതുപോലത്തെ ഫാം അധികം ഇഷ്ടമല്ല. കാരണം ഒരു ഓട്ടോമാറ്റിക് ഫാമാണ് അതെന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡായിട്ട് ഊള് കിട്ടാനുള്ളത്. പക്ഷേ എനിക്കത് ഇഷ്ടമല്ല. എനിക്കെന്ന് പറഞ്ഞാൽ ഒരുപാട് വൈഡായിട്ട് നല്ല കൃഷി പോലെ കിടക്കുന്ന ഒരു ഫാമാണ് എൻ്റെ ഒരു മനസ്സിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു ഫാമും നമുക്കിവിടെ പണിയണം. അതിനുവേണ്ടി നമുക്ക് ഈ ഐലൻഡ് ഒരുപാടധികം പൊളിച്ചൊക്കെ പണിയേണ്ടി വരും. അത് കുഴപ്പമില്ല, നമുക്ക് ഐലൻഡൊക്കെ പൊളിച്ച് പണിയാം. ഇപ്പോൾ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. നമുക്ക് മൈനിങ്ങിന് പോകാം. കാരണം എൻ്റെ കയ്യിൽ അയണൊക്കെ കുറവാണ്. അല്ലേ വേണ്ട, നമുക്ക് അതിന് മുമ്പ് ചെറുതായിട്ടൊരു ചിക്കൻ ഫാം ഇവിടെ അങ്ങ് ഉണ്ടാക്കിയാലോ? ഇങ്ങനെ മനസ്സിലാക്കുക. അതായത് നമ്മൾ ഈ കുഴി കുത്തി ഒരു ചിക്കൻ ഫാം ഉണ്ടാക്കത്തില്ല, അതുപോലത്തെ ഒരു ചിക്കൻ ഫാം നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ട് പോകാം. ഇത് നമുക്കിപ്പോൾ തന്നെ ഒരു ചെറിയ കോഴിക്കുഞ്ഞില്ലേ, മഞ്ഞറത്തിലുള്ളത്, അത് നമുക്ക് ഇട്ടിട്ടുണ്ട്. ക്യൂട്ടാണ്. അതിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് അതിനെ കണ്ടിട്ട്. പക്ഷെ കുഴപ്പമില്ല, നമുക്കതിനിവിടെ വെച്ചിട്ട് പോകാം. ഞാൻ കുറേ നേരം ഇങ്ങനെ തേരാപ്പാര അടക്കണം. അപ്പോഴാണ് നമുക്ക് വലിയ മരങ്ങളൊക്കെ മുളച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇനിയും കാത്തിരിക്കാതെ മൈനിങ്ങിന് പോയാലോ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കിട്ടിയ ഡേട്ടൊക്കെ ഇവിടെ വെച്ച് ഇതൊക്കെ ഒന്ന് ഷേപ്പാക്കണം. അപ്പോഴേക്കും ഞാൻ ഒരു കുതിരേനെ കണക്കെടുത്തിട്ടുണ്ട്. പക്ഷെ ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞാണ്. ഓക്കെ, അങ്ങനെ ഇനി നമ്മൾ സമയം കളഞ്ഞില്ല. ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം പോയതുപോലെ നമ്മൾ മൈനിങ്ങിന് പോവുകയാണ്. നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു കേവ് കിട്ടി. പക്ഷേ കേവിൽ നിന്ന് പ്രത്യേകിച്ച് ഉപകാരമുള്ള ഒരു സാധനവും നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഈ പ്രാവശ്യമെങ്കിലും നമുക്ക് അത്യാവശ്യം വാൾണറബിളായിട്ടുള്ള റിസോഴ്സൊക്കെ കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ മൈനിങ്ങിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മൈൻ ചെയ്ത് ഞാൻ മറ്റേ ഡീപ്പ് സ്ലേറ്റിൻ്റെ അവിടെ വരെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മൈൻ ചെയ്ത് പോകാം. അങ്ങനെയാണ് നമുക്ക് വാൾണറബിൾ ആയിട്ടുള്ള റിസോഴ്സ് കിട്ടത്തുള്ളൂ. മൈൻ ചെയ്ത് നമുക്ക് ഫൈനലി ഡയമണ്ട്സ് കിട്ടി. ഡയമണ്ട്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഒരു അയൺ പിക്കാക്സ് ഇല്ല. അപ്പോൾ നമുക്ക് ഇവിടെയും കൂടി ഒന്ന് നോക്കിയിട്ട് നമ്മൾ എന്തായാലും മുകളിലേക്ക് പോകും. ഇവിടെ ഒരു സ്കെലട്ടനൊക്കെ ഉണ്ട്. എന്നാൽ നമുക്ക് സമയം കഴിഞ്ഞ് നമുക്ക് മുകളിലേക്ക് പോയി അയൺ പിക്കാക്സ് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് ഈ ഡയമണ്ട് ഓർ മൈൻ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എനിക്ക് സംഭവിക്കും, പറയാൻ പറ്റില്ല. എൻ്റെ കാര്യം ആയതുകൊണ്ട് ഞാൻ ഒരു ന്യൂബല്ല എങ്കിലും. ഒരു ദിവസം കഴിഞ്ഞുവെങ്കിലും ഞാൻ അയൺ പിക്കാക്സ് ഉണ്ടാക്കി മുകളിൽ വന്നപ്പോഴേക്ക് രാത്രി ആയിരുന്നു. ഞാൻ ഒന്ന് കിടന്നങ്ങ് ഉറങ്ങി.
ഇന്നലെ ഇവിടെ യുദ്ധമൊന്നും ഉണ്ടായിട്ടില്ല, ചെറിയ 2-3 അടിയിടിയും പിന്നെ ഈ വാണസ്കെൽട്ടൻ കാരണം നമുക്ക് ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് പിന്നെ കൊന്നേക്കാം, നമുക്ക് ബോൺവീൽ കിട്ടും. ബോൺവീൽ കിട്ടിയാൽ മാത്രമാണ് നമുക്ക് മരമൊക്കെ വളർത്താൻ പറ്റത്തുള്ളൂ. ആ സൈഡിലേക്കൂടെ നമുക്ക് ഈ ചെലന്തീനെ അങ്ങ് തട്ടിയേക്കാം. ബോൺവീൽ ചെയ്തപ്പോഴേ ഒരു ഹണിയുടെ ആ കോമ്പിൻ്റെ ആ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട്. നമുക്കത് വെച്ച് എന്താ പറയുക, ഈ ചെടീനെയൊക്കെ പെട്ടെന്ന് നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. എന്തായാലും അത് കിട്ടി നമ്മുടെ ഐലൻഡിന് നല്ല ഭംഗി തരുന്നതായിരിക്കും, നല്ല യൂസ്ഫുൾ ആവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും അതവിടെ ഇരുന്നോട്ടെ. നമുക്ക് ബാക്കി മൈനിങ്ങിന് ഡയമണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നേരെ പോവാം. പവർ 1ൻ്റെ ബോയൊക്കെ എനിക്ക് സ്കെലട്ടനൊക്കെ വന്നപ്പോൾ കിട്ടി, പക്ഷേ അതിന് ഇതില്ല, എന്തു പറയുക, അത് പൊട്ടിപ്പോറായതാണ്. ഞാൻ ഇപ്പോൾ ചാവുമെന്നാണ് എനിക്ക് തോന്നണത്, കാരണം ഞാൻ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പെട്ടിരിക്കുന്നത്. എൻ്റെ സ്വാഡും പൊട്ടിപ്പോയി, ഇത്രയാണ് ഞാൻ ചത്ത്. ഒരു വുഡൻ സ്വാഡ് ഉണ്ടാക്കിക്കൊണ്ട് പോകാം. അത് നമുക്ക് എന്തൊക്കെ ആവശ്യം ഉണ്ടാവും നമുക്കത് ഉണ്ടാക്കിക്കൊണ്ട്. ഓക്കെ, അങ്ങനെ പോരാട്ടമൊന്നും കാണിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഭയങ്കര കഷ്ടപ്പെട്ട് പോരാടി വുഡൻ സ്വാഡ് കൊണ്ട് എല്ലാത്തിനെയും തല്ലി കൊന്ന് നമുക്ക് അത്യാവശ്യത്തെയും നമ്മുടെ സാധനങ്ങളൊക്കെ നമുക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അധികം സമയം കളയാതെ പോയി നമുക്ക് ഡയമണ്ട് മൈനിങ്ങിന് പോകാം, അല്ലെങ്കിൽ നമുക്ക് ഇനി നമ്മൾ ചാവും. ഞാൻ ഇവിടെ ശ്രദ്ധിക്കാതെ പോയ ഒരു അയണും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു അയണല്ല, കുറച്ചധികം ഉള്ളിലേക്കുണ്ടെന്ന് തോന്നുന്നു. എനിക്കാണ് ഇത്രയും നേരം മൈൻ ചെയ്തിട്ട് ഞാൻ മടുത്തിരിക്കുവായിരുന്നു. എനിക്ക് അയൺ കിട്ടാഞ്ഞിട്ട് ആകെ കൂടി 2 കിട്ടിയുള്ളൂ. അത് സാരമില്ലല്ലേ, 2 അല്ല, അത്യാവശ്യം നമുക്ക് 2 കിട്ടിയുള്ളൂ. അത് കുഴപ്പമില്ല, നമുക്ക് ഈ ഡയമണ്ട് അങ്ങ് മൈൻ ചെയ്തെടുക്കാം. ഇതും ഒരെണ്ണേ ഉള്ളൂ, പക്ഷെ കുഴപ്പമില്ല. ഈ ഒരെണ്ണം അല്ലല്ല, 2 ഉണ്ട് കിട്ടി. ഞാൻ പറഞ്ഞു, എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. ഡയമണ്ട് കിട്ടിയപ്പോൾ എന്താ പറയേണ്ടതെന്ന് എനിക്കറിഞ്ഞൂടാ. ഇവിടെ എവിടെയെങ്കിലും അടുത്ത എവിടെയെങ്കിലുമൊക്കെ ഡയമണ്ട് കാണും, പക്ഷേ ഇപ്പോൾ ഇവിടെ കാണാനില്ല. ഓക്കെ, അങ്ങനെ ഡയമണ്ട് മൈനിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തെത്തിയിട്ടുണ്ട്. ഈ മരം നമ്മൾ അന്നേരം മൊത്തം ഒടിച്ചില്ലായിരുന്നു, അത് എടുത്തിട്ട് 2 പൊട്ടിച്ചോളൂ. നമുക്ക് ഈ മരം മൊത്തം ഒന്ന് എടുക്കട്ടെ. ഡയമണ്ട് ഉണ്ട് നമ്മുടെ കയ്യിൽ. നമുക്കൊരു പിക്കാക്സ് ഉണ്ടാക്കാൻ നമുക്ക് 3 ഡയമണ്ട് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് 1 ഡയമണ്ട് കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു പിക്കാക്സ് ഉണ്ടാക്കാം. പിക്കാക്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് നെതർ പോർട്ടലിൽ പോകാം. നെതറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാടധികം വലിയൊരു പ്രോഗ്രസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. കാരണം നമുക്ക് പക്ഷേ നമ്മൾ ഇതുവരെ ഗോൾഡ് കണ്ടുപിടിച്ചിട്ടില്ല.
ഗോൾഡ് നമുക്ക് നെതറിൽ നിന്ന് തന്നെ കിട്ടും, ഗോൾഡ് ഇങ്കറ്റായിട്ട്. അതുകൂടി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രേഡൊക്കെ ചെയ്ത് വലിയൊരു പ്രോഗ്രസ് ഉണ്ടാക്കാനായിട്ട് സഹായിക്കും. പിന്നെ ഏറ്റവും കൂടുതൽ സഹായിക്കുക എന്ന് പറയുന്നത് എന്താ പറയുക, നമുക്കിതിൽ സോംബി വില്ലേജറിനെ കിട്ടണം. സോംബി വില്ലേജറിനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റേ നെതറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മറ്റേ ബ്ലേസ് റോഡൊക്കെ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റേ എന്താ പറയുക, നമുക്ക് ആ പോഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എൻ്റെ കയ്യിലിപ്പോൾ ഒരു ഗോൾഡൻ ആപ്പിൾ ഇവിടുന്ന് കിട്ടും. ഗോൾഡും കിട്ടാൻ എളുപ്പമാണ് നെതറിൽ പോയി കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് 2 വില്ലേജറിനെ ശരിയാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ ഒരു വില്ലേജറിൻ്റെ ഫാം തുടങ്ങാം. വില്ലേജറിൻ്റെ ഫാം തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അയൺ ഫാമൊക്കെ ഉണ്ടാക്കാം. അങ്ങനെ വലിയൊരു പ്രോഗ്രസ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ് എൻ്റെ വീഡിയോ. എനിക്കിപ്പോൾ ഡയമണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ കാണാം. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഞാൻ കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, ടാറ്റ, ബൈ ബൈ, സീ യു.